ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത്? ഉത്തരം 25. ചോദ്യം 2. കർത്താവിൻ്റെ മുൻപിൽ വീണ്ടും തിന്മ ചെയ്തതാര്? ഉത്തരം ഇസ്രായേൽ ജനം. ചോദ്യം 3. ദൈവം ഇസ്രായേൽ ജനത്തെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത്? ഉത്തരം ഫിലിസ്ത്യരുടെ കൈകളിൽ. ചോദ്യം 4. ഇസ്രായേൽ ജനത്തെ എത്ര വർഷത്തേക്കാണ് ദൈവം ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചത്? ഉത്തരം 40 വർഷത്തേക്ക്. ചോദ്യം 5. മനോവയുടെ ഗോത്രം ഏത്? ഉത്തരം ദാൻ ഗോത്രം. ചോദ്യം 6. മനോവ താമസിച്ചിരുന്ന സ്ഥലം ഏത്? ഉത്തരം സോറ. ചോദ്യം 7. മനോവയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ആര്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 3-ാം വാക്യം പുതിയ നിയമത്തിൽ ഏതു ഭാഗത്താണ് കാണുന്നത്? ഉത്തരം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ. ചോദ്യം 9. എന്ത് കുടിക്കരുത് എന്നാണ് ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ. ചോദ്യം 10. എന്തു ഭക്ഷിക്കരുതെന്നാണ് ദൂതൻ അവളോട് പറഞ്ഞത്? ഉത്തരം അശുദ്ധമായതൊന്നും. ചോദ്യം 11. ജനിക്കാൻ പോകുന്ന പുത്രൻ്റെ തലയിൽ എന്ത് തൊടരുത് എന്നാണ് ദൂതൻ പറഞ്ഞത്? ഉത്തരം ക്ഷൗരക്കത്തി. ചോദ്യം 12. അവൻ ജനനം മുതൽ ദൈവത്തിന് എന്തായിരിക്കുമെന്നാണ് ദൂതൻ പറഞ്ഞത്? ഉത്തരം നാസീർ വ്രതക്കാരൻ. ചോദ്യം 13. മനോവയുടെ ഭാര്യ മനോവയോട് തൻ്റെ അടുക്കൽ ആര് വന്നുവെന്നാണ് പറഞ്ഞത്? ഉത്തരം ഒരു ദൈവപുരുഷൻ. ചോദ്യം 14. ദൈവപുരുഷന്റെ മുഖം ആരുടേതുപോലെ പേടിപ്പെടുത്തുന്നതാണ് എന്നാണ് അവൾ പറഞ്ഞത്? ഉത്തരം ദൈവദൂതൻ്റേതുപോലെ. ചോദ്യം 15. ആരുടെ പ്രാർത്ഥനയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവം കേട്ടു എന്ന് പറയുന്നത്? ഉത്തരം മനോവയുടെ. ചോദ്യം 16. ദൈവദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? ഉത്തരം മനോവയുടെ ഭാര്യയ്ക്ക്. ചോദ്യം 17. രണ്ടാമത് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എവിടെ വെച്ച്? ഉത്തരം വയലിൽ വെച്ച്. ചോദ്യം 18. മനോവ കർത്താവിൻ്റെ ദൂതനോട് എന്തുവരെ കാത്തു നിൽക്കണമെന്നാണ് പറഞ്ഞത്? ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ. ചോദ്യം 19. കർത്താവിൻ്റെ ദൂതൻ ആട്ടിൻകുട്ടിയെ എന്തു ചെയ്യണമെന്നാണ് മനോവയോട് പറഞ്ഞത്? ഉത്തരം കർത്താവിന് ദഹനബലിയായി അർപ്പിക്കാൻ. ചോദ്യം 20. എന്താണ് അത്ഭുതകരമെന്ന് ദൂതൻ മനോവയോട് പറഞ്ഞത്? ഉത്തരം ദൂതൻ്റെ പേര്. ചോദ്യം 21. എന്തിനോടൊപ്പമാണ് മനോവ കർത്താവിന് ബലിയർപ്പിച്ചത്? ഉത്തരം ധാന്യബലിയോടുകൂടി. ചോദ്യം 22. എവിടെ വെച്ചാണ് മനോവ ബലിയർപ്പിച്ചത്? ഉത്തരം പാറപ്പുറത്ത് വെച്ച്. ചോദ്യം 23. ബലിപീഠത്തിൽ നിന്ന് എന്താണ് ആകാശത്തേക്ക് ഉയർന്നത്? ഉത്തരം അഗ്നിജ്വാല. ചോദ്യം 24. ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയതെന്ത്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. ചോദ്യം 25. ദൈവത്തെ കണ്ടതുകൊണ്ട് തങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് മനോവ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം തീർച്ചയായും മരിക്കും. ചോദ്യം 26. ആരെ കണ്ടതുകൊണ്ടാണ് താങ്കൾ മരിക്കും എന്ന് മനോവ പറഞ്ഞത്? ഉത്തരം ദൈവത്തെ. ചോദ്യം 27. മനോവയുടെ പുത്രൻ്റെ പേര്? ഉത്തരം സാംസൺ. ചോദ്യം 28. കർത്താവ് സാംസണെ എന്ത് ചെയ്തു എന്നാണ് 13-ാം അധ്യായം 24-ൽ പറയുന്നത്? ഉത്തരം അനുഗ്രഹിച്ചു. ചോദ്യം 29. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ച്?
ഉത്തരം മഹനേധാനിൽ വെച്ച്. ചോദ്യം 30. മഹനേധാൻ എവിടെയാണ്? ഉത്തരം സോറാക്കും എഷ്താവോലിനും മധ്യേ.